യൂത്ത് കോൺഗ്രസിനെ ഊത്ത് കോൺഗ്രസ് എന്ന് വിശേഷിപ്പിച്ച മാധ്യമപ്രവർത്തകനാണ് റിപ്പോർട്ടർ ടിവിയിലെ ഡോക്ടർ അരുൺകുമാർ. രാഷ്ട്രീയത്തിൽ തന്നെ വിവരമില്ലാത്ത ഏതെങ്കിലും നേതാക്കന്മാർ ഉണ്ടെങ്കിൽ അവരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ഇത്. മാധ്യമപ്രവർത്തകർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വിമർശനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന തൻ്റെ ഇടമുള്ള മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ഇതിനെ ശക്തമായി തന്നെ എതിർക്കുകയും അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ ഈ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകന്റെ തനി നിറം ഇതോടെ ലോക മലയാളികളെല്ലാം അറിഞ്ഞു. അപകടമാണ് ഇയാൾ എന്നവർ വിലയിരുത്തി. ഒരു അധ്യാപക ജോലി രാജിവെച്ചോ അതോ ലീവ് എടുത്തോ മാധ്യമ പ്രവർത്തനത്തിന് ഇറങ്ങിയ അരുൺകുമാർ കേരളത്തിൽ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല, മാമാപ്പണിയാണെന്നും നിലപാടില്ലാത്ത അരുൺകുമാർ കുപ്പായം മാറുന്നത് പോലെ ചാനലുകൾ മാറുമ്പോൾ അതിൻ്റെ മുതലാളിമാർക്കും അവരുടെ മേലാളന്മാർക്കും വേണ്ടി യഥാർത്ഥ ഊത്ത് നടത്തുന്നത് ഈ അരുൺകുമാറാണെന്നുമുള്ളൊരു സത്യം ഇതോടെ മലയാളികളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ശരിക്കുള്ള നിലപാടുള്ള മാധ്യമ പ്രവർത്തകനല്ല അരുൺകുമാർ എന്ന് കേരളം വിലയിരുത്തിയിരിക്കുന്നു. അതായത് 1-2 ദിവസമായി സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നൊരു പോസ്റ്റ് അരുണിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്നതാണ്. അതായത് ഇന്നത്തെ അരുണിന്റെ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിയായ ആൻഡോ അഗസ്റ്റിന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അരുണിനെ പൊങ്കാലയിട്ടത്. ആൻഡോ അഗസ്റ്റിൻ എന്നാൽ നമുക്കറിയാം, മരമുറി കേസിലെ ഒരു പ്രതി. മുട്ടിൽ മരമുറി കേസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഇതേ അരുണിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാട്ടുകള്ളൻ. അദ്ദേഹം കാട്ടുകള്ളനാണെങ്കിലും ആ കള്ളന്റെ ചോറ് തിന്നാണ് ഇന്ന് അരുൺകുമാർ ജീവിക്കുന്നത്. അതായത് അവസരവാദിക്ക് പറ്റിയ ഭക്ഷണം എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു തുടങ്ങി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആൻഡോ അഗസ്റ്റിൻ കാണിച്ച മാസ് ഒന്നും ഒരു മുതലാളിയും ഇതുവരെ കാണിച്ചിട്ടുണ്ടാവില്ല. കാരണം മരമുറി കേസ് ഇദ്ദേഹത്തിനെതിരെ വരുന്നൊരു സമയമുണ്ടായിരുന്നു. കാട്ടുകള്ളൻ എന്ന് 24 ചാനലിൽ ഇരുന്ന് അന്ന് ഇതേ അരുൺകുമാർ ഈ ആൻഡോ അഗസ്റ്റിനെയും സഹോദരന്മാരെയും വിശേഷിപ്പിച്ചു. വീരപ്പൻ എന്ന പേരിൽ ഒരു ലോറിയിൽ മുണ്ടു തലയിൽ കെട്ടി അരുൺകുമാർ ഒരു പ്രോഗ്രാം 24-ൽ നടത്തി. ലോക മലയാളികൾ അത് കണ്ടു. മരമുറി കേസിനെ പറ്റി ആണ് ഇത് നടത്തിയത്. അതിൽ വീരപ്പൻ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് പ്രത്യേകിച്ചും നമ്മൾ പറയേണ്ടതില്ല. അത് ആൻഡോ അഗസ്റ്റിനെയും സഹോദരന്മാരെയുമാണ്. എന്നാൽ അതിനുശേഷം ഈ കാട്ടുകള്ളൻ തന്നെ ഒരു ചാനൽ വാങ്ങുന്നു, പേര് റിപ്പോർട്ടർ. പക്ഷേ പണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോയ അരുൺകുമാർ ആ ചാനലിൽ ജോലിക്ക് കയറുന്നു. ആ ചാനലിൽ വലിയ ശമ്പളം നൽകി അരുൺകുമാറിനെ ജോലിക്ക് നിർത്തുന്നു മുതലാളി. ദിവസവും അരുൺകുമാറിനൊപ്പം കയറിയിരുന്ന് ചാനൽ ചർച്ച നടത്തുന്നു. കാട്ടുകള്ളൻ എന്ന് വിളിച്ച ആളെ കൊണ്ട് തന്നെ സാർ എന്ന് വിളിപ്പിക്കുന്നു ആ മുതലാളി. അവന് മാസം തുടങ്ങുമ്പോൾ ശമ്പളം കൊടുക്കുന്നു ഈ കാട്ടുകള്ളൻ. അതാണ് ആ മുതലാളിയുടെ കഴിവ്. എന്നാൽ ഇതാണ് സത്യമെന്ന് 100% അറിഞ്ഞിട്ടും അരുൺകുമാർ ആ കാട്ടുകള്ളന്റെ കൂടെ തന്നെ ഇരുന്നും ചാനലിന് വേണ്ടിയും വാർത്തകൾ വളച്ചൊടിക്കുകയാണ്. ഏത് വാർത്തകളെയും വളച്ചൊടിച്ച് 100-ാം കിട മാധ്യമ പ്രവർത്തനം നടത്തുന്നു എന്ന് മലയാളികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അരുൺകുമാറിനെ പറ്റി. ഈ മാധ്യമ പ്രവർത്തകനെയാണ് ലോക മലയാളികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. റേറ്റിംഗിൽ ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവി എന്നുള്ള സത്യം വേറെയുമുണ്ട്. അത് ഈ ഒറ്റ കള്ളവാർത്ത പ്രചാരകൻ കൊണ്ട് മാത്രം എന്നുള്ളത്. ഏത് പാർട്ടിക്കാരനായാലും നികേഷ് കുമാർ പോയപ്പോൾ തന്നെ റിപ്പോർട്ടർ ടിവിയുടെ ഒരു കൈ ഒടിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന് അല്പം അന്തസ്സുണ്ടായിരുന്നു. ഇനി ഈ ജൽപ്പനങ്ങളുടെ ഇടയിൽ മാമാപ്പണിയുടെ ഒരു വക്താവായി നിൽക്കാൻ തനിക്കും ആവില്ല എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന നല്ല ജേർണലിസ്റ്റും തീരുമാനിച്ചാൽ അതോടെ തീരും റിപ്പോർട്ടർ ടിവി എന്നാണ് മലയാളികൾ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ കേൾക്കാൻ ആളുണ്ടാവില്ല. എല്ലാവർക്കും കൂടി മരം മുറിക്കാൻ പോകാം.